Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുന്തിരിങ്ങ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ മിൽക്ക് ഷേക്ക് ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം കുരുവില്ലാത്ത കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലാണ് ആദ്യം കഴുകിയെടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം വെള്ളം മാറിയിട്ട് നമുക്ക് വേറെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മുന്തിരിങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. മുന്തിരി നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുന്തിരിങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കണം. ഈ സിറപ്പ് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ സിറപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് പർപ്പിൾ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്കിതെടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്കിനി ഇത് വെച്ചിട്ട് മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 കപ്പ് ഫ്രോസൺ മിൽക്കാണ്. 1 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഐസാക്കി എടുത്തതാണ്. അതൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്പ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേപ്പ് സിറപ്പിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കണം. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഫ്രോസൺ മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് തണുത്ത പാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കട്ടി ഉണ്ടാവില്ല. ഫ്രോസൺ മിൽക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമും ചേർക്കാവുന്നതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.